മഞ്ഞും ഐസ് മലകളും മാത്രം നിറഞ്ഞ അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിൽ മനുഷ്യർക്ക് സ്ഥിരമായി താമസിക്കാൻ ഒരിടമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് വില്ല ലാ എസ്ട്രല്ല. സ്പാനിഷ് ഭാഷയിൽ നക്ഷത്രങ്ങളുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ചിലിയുടെ നിയന്ത്രണത്തിലുള്ള കിങ് ജോർജ് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശാസ്ത്രജ്ഞർക്ക് പുറമെ സാധാരണ കുടുംബങ്ങൾ താമസിക്കുന്ന അന്റാർട്ടിക്കയിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്ന്. കേവലം 100-ൽ താഴെ ആളുകൾ മാത്രം താമസിക്കുന്ന ഈ ഗ്രാമം പുറം ലോകത്തിന് ഒരു ഗവേഷണ കേന്ദ്രം മാത്രമാണെങ്കിലും അവിടെയുള്ളവർക്ക് അത് വീടാണ്. അതിശക്തമായ കാറ്റും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ശൈത്യവും ഇവിടുത്തെ ജീവിതത്തെ ലോകത്തെ തന്നെ ഏറ്റവും കഠിനമായ ഒന്നാക്കി മാറ്റുന്നു. ശസ്ത്രക്രിയ നിർബന്ധമാക്കുന്ന ഒരു വിചിത്ര നിയമം കൂടി ഇവിടെയുണ്ട്. ഈ നഗരത്തിൽ താമസിക്കണമെങ്കിൽ ഒരു പ്രത്യേക നിബന്ധനയുണ്ട്. അതായത് 8 വയസ്സിന് മുകളിലുള്ള ആർക്കും അപ്പൻഡിക്സ് ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് ഇങ്ങോട്ടേക്ക് താമസം മാറുന്നതിന് മുൻപ് ശസ്ത്രക്രിയയിലൂടെ ഇത് നീക്കം ചെയ്തിരിക്കണം. കാരണം അന്റാർട്ടിക്കയിലെ അതിശൈത്യത്തിനിടയിൽ ആർക്കെങ്കിലും പെട്ടെന്ന് അപ്പൻഡിക്സ് ബാധിച്ചാൽ അവിടെ ശസ്ത്രക്രിയയ്ക്കുള്ള വിദഗ്ധ സൗകര്യങ്ങളില്ല. ഏറ്റവും അടുത്തുള്ള വലിയ ആശുപത്രിയിലേക്ക് വിമാനമാർഗം എത്താൻ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. മഞ്ഞുവീഴ്ച കാരണം വിമാനങ്ങൾ റദ്ദാക്കിയാൽ മരണം ഉറപ്പുമാണ്. ഇതിനാലാണ് ഇത്തരമൊരു മുൻകരുതൽ നിയമമായി മാറിയത്. മഞ്ഞുപാളികൾക്കിടയിലെ ദൈനംദിന ജീവിതം എങ്ങനെയെന്ന് നോക്കാം. വില്ല ലാ എസ്ട്രല്ലയിൽ ഒരു കൊച്ചു നഗരത്തിന് വേണ്ട സകല സൗകര്യങ്ങളുമുണ്ട്. ഒരു തപാൽ ഓഫീസ്, ചെറിയൊരു സ്കൂൾ, ബാങ്ക്, ജിംനേഷ്യം, കൂടാതെ ഒരു ക്രിസ്ത്യൻ പള്ളി എന്നിവയും ഇവിടെയുണ്ട്. ഇവിടുത്തെ സ്കൂളിൽ ചുരുക്കം ചില കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത്. ഇന്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിലും കാലാവസ്ഥ മോശമായാൽ ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടും. വീടുകൾ ലോഹപാളികൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 200 കിലോമീറ്ററിൽ കൂടുമ്പോൾ പുറത്തിറങ്ങുന്നത് ജീവന ഭീഷണിയാണ്. എങ്കിലും ശാന്തമായ ദിവസങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾ മഞ്ഞിൽ ഫുട്ബോൾ കളിക്കുന്ന കാഴ്ചയും വിസ്മയകരമാണ്. മനുഷ്യരെക്കാൾ കൂടുതൽ വന്യജീവികൾ വസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. വീടിന്റെ വാതിൽ തുറന്നാൽ ചിലപ്പോൾ കാണുന്നത് ആയിരക്കണക്കിന് പെൻഗ്വിനുകളെയും കടൽ സിംഹങ്ങളെയും ഒക്കെയാകാം. ഇവയുമായി ഇണങ്ങി ജീവിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എങ്കിലും പരിസ്ഥിതി ലോലമായ ഈ പ്രദേശത്ത് വന്യജീവികളെ ശല്യം ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് പോലും താപനില 0 ഡിഗ്രിയിൽ താഴെ നിൽക്കുന്ന ഇവിടെ പ്രകൃതിയുടെ വന്യമായ ഭംഗി ആസ്വദിക്കാൻ നിരവധി വിനോദസഞ്ചാരികൾ എത്താറുണ്ട്. മഞ്ഞുകാലത്ത് കടൽ പൂർണ്ണമായും ഉറയുന്നതോടെ ഈ പ്രദേശം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു തുരുത്തായി മാറും. പോളാർ ജീവിതത്തിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ സാധാരണഗതിയിൽ 2 വർഷത്തെ കരാറിലാണ് സൈനിക ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും കുടുംബത്തോടൊപ്പം ഇവിടെ താമസിക്കാനെത്തുന്നത്. ശുദ്ധജലത്തിനായി ഐസ് ഉരുക്കിയെടുക്കുന്ന സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. മലിനജലം പോലും കൃത്യമായി ശുദ്ധീകരിച്ച ശേഷം മാത്രമേ പുറന്തള്ളാവൂ എന്നും നിയമമുണ്ട്. പച്ചക്കറികൾ ഇവിടെ വളർത്താൻ കഴിയില്ലെങ്കിലും പ്രത്യേകമായി സജ്ജീകരിച്ച ഹരിതഗൃഹങ്ങളിൽ അല്പം കൃഷി പരീക്ഷിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മനുഷ്യന്റെ അതിജീവന ശേഷി എത്രത്തോളമാണ് എന്ന് തെളിയിക്കുന്നതാണ് അന്റാർട്ടിക്കയിലെ കുഞ്ഞു നഗരം.